പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ പലവട്ടം കരഞ്ഞിട്ടുള്ളവരാണ്. ഇപ്പം കരയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കണ്ണു നിറയും. കണ്ണിൽ നിന്ന് വെള്ളം പോലുള്ള ഒരു പദാർത്ഥം, നമ്മുടെ കണ്ണുനീരെന്ന് വിളിക്കുന്ന ആ രാസവസ്തു താഴേക്ക് വീഴും. അപ്പോൾ ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നി, ഈ കണ്ണീരിലെ കണ്ടൻസ് എന്താണെന്ന് നോക്കണമെന്ന്. കണ്ണീരിൽ എന്തുമാത്രം കണ്ടൻ്റ് ഉണ്ട്, അല്ല എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് അതിനെ അനലൈസ് ചെയ്ത കണ്ണുനീരിൽ എന്തെല്ലാമാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വിക്കിപീഡിയയാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. വിക്കിപീഡിയയിൽ പറയും അതിൽ കുറേ 1500 പ്രോട്ടീൻ ഐറ്റംസ് ഉണ്ടെന്നു. അയ്യോ, ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ കണ്ണീരിൽ 1500 പ്രോട്ടീൻ ഐറ്റംസ് ഉണ്ടെന്ന്. തീർന്നില്ല, എൻ്റെ അടുത്ത സെക്കൻഡിൽ പറയണത് കണ്ണീരിൽ കൊഴുപ്പ് ദ്രാവകങ്ങളുണ്ട്. അതുതന്നെ പ്രോട്ടീൻ, പക്ഷെ അതിൻ്റെ വ്യത്യസ്തമായിട്ടാണ് പ്രത്യേകം പറയണത്. ഫാറ്റി ഓയിൽസ് എന്നാണ് പറയണത്. ഫാറ്റി ഓയിൽസ് അത് പ്രോട്ടീനുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതെല്ലാം ഈ ഒരു തുള്ളി കണ്ണീരിലുള്ളതാണ് ഫാറ്റി ഓയിൽസ്. പിന്നെ 1500 വകഭേദമുള്ള പ്രോട്ടീൻസ്. പിന്നെ ഉള്ളത് സോൾട്ട്, നമ്മുടെ സോഡിയം ക്ലോറൈഡ് പോലത്തെ സോൾട്ട്. ക്ലോറിൻ്റെ അംശം ഉണ്ടാവും, സോഡിയത്തിൻ്റെ അംശം ഉണ്ടാവും. ഇതെല്ലാം ഈ കണ്ണീരിലുണ്ട്, ഒരു തുള്ളി കണ്ണീരിലേ. ഞാനത് പറയാൻ കാരണം, കണ്ണീരിനെ നമ്മൾ ശാസ്ത്രീയമായി അനലൈസ് ചെയ്തിട്ട് നമ്മളതിനെ കണ്ണീരിൽ ഇതാ ഉള്ളത്, പ്രോട്ടീൻ ഓയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കുറേ പ്രോട്ടീൻ ചേരുവകളുണ്ട്, സോഡിയമുണ്ട്, ക്ലോറൈഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനലൈസ് ചെയ്ത് കളയും. ഇനി കണ്ണുനീര് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ്. നെയ്യാറ്റിൻകര ഒരു ഭൂമി താമസ വിഷയത്തിൽ തർക്കം, ഒരു പുരയിടത്തിൽ കയ്യേറ്റമെന്ന് പറഞ്ഞ് പോലീസ് പറയുന്ന സംഭവം ഒഴിപ്പിക്കാൻ വേണ്ടി ചെന്ന സന്ദർഭം നമ്മൾ കണ്ടതാണ്. അതിദാരുണമായ സന്ദർഭം. അതിൽ ഒരു അപ്പനും അമ്മയും, രാജനും അമ്പിളിയും ആ സ്പോട്ടിൽ മരിക്കുകയാണ്. അവർക്ക് 2 മക്കളുണ്ട്, രാഹുൽ, രഞ്ജിത്ത്. അവരെക്കുറിച്ച് ഒരാൾ വീഡിയോ ചെയ്തിരിക്കുന്നത്, ഞങ്ങൾക്കിനി ആര് ഭക്ഷണം തരുമെന്നാണ്. അവിടെ കണ്ണുനീരാണത്. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ ഈ രാഹുലിൻ്റെയും രഞ്ജിത്തിൻ്റെയും അപ്പനും അമ്മയും നഷ്ടപ്പെട്ടവൻ്റെ ഭക്ഷണം തരാൻ പോലും ആളില്ലാത്തവൻ്റെ കണ്ണുനീര് കണ്ടിട്ട് ശാസ്ത്രം ഉടനെ പറയണോ, ഇത് എന്തായിരിക്കണത്, കുറേ പ്രോട്ടീൻ ഓയിൽസ് ഉണ്ട്, പിന്നെ സോഡിയമുണ്ട്, ക്ലോറിനുണ്ട്, പിന്നെ ബാക്കി വാട്ടറാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഏതായാലും ദയവായി അനുഗ്രഹിച്ച് സർക്കാർ അവരെ ഏറ്റെടുത്തു. സർക്കാർ അവർക്ക് വീടും സ്ഥലവും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. സർക്കാർ നിങ്ങളോടൊപ്പം എന്ന് പറയുന്ന നമ്മൾ സ്വാഭാവികമായിട്ട് എപ്പോഴും ഇടയ്ക്ക് കേൾക്കുന്ന വിഷയത്തിനൊക്കെ ആ ഒരു പ്രോമിസ് വന്നപ്പോൾ ഒരു അർത്ഥമായി ശരിക്കും. പക്ഷേ എങ്കിലും ഞാൻ ഇത് പറയാൻ കാരണം, ഈ കണ്ണീരിന് സർക്കാരും പറയണോ, ഇത് കണ്ണീരല്ലേ, കണ്ണീരിൻ്റെ പ്രോട്ടീൻ ഓയിൽസ് അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കാരിന് എന്ത് പറയും? ഇതിൻ്റെ ഈ കണ്ണീരിൻ്റെ തന്നെ ഇരിക്കണത്, ഇതിൻ്റെ അകത്ത് 1500 പ്രോട്ടീൻ തരങ്ങളുണ്ട് എന്ന്, അതിൻ്റെ ക്ലോറിനാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സർക്കാരിന് എന്നാ പറയേ? അത് ഇതുപോലെ ഒരു സംഭവമാണ് ഈ ദിവസങ്ങളിൽ കേരളത്തിൽ സംഭവിക്കുന്നത്. യുക്തിവാദികളും മതവിശ്വാസികളും തമ്മിലുള്ള തർക്കം. എന്നുവെച്ചാൽ മതവിശ്വാസത്തെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ വേണ്ടി 2 ആൾക്കാർ 2 ചേരികളായി നിന്നുകൊണ്ട് തർക്കമാണ്.
ഇപ്പോഴും അതിൻ്റെ വീഡിയോ തീർന്നിട്ടില്ല. ഇങ്ങനെ ഓരോ രണ്ട് ഭാഗത്തുനിന്നും ആൾക്കാരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് കണ്ടപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: ദൈവത്തെ നമുക്ക് ഏത് പരീക്ഷണശാലയിൽ നമുക്ക് ദൈവത്തെ പരീക്ഷിക്കാൻ പറ്റും? ദൈവികമായ വിഷയങ്ങൾ ശാസ്ത്രം തെളിയിക്കണമെന്ന് നമ്മൾ എന്തിനാ വാശി പിടിക്കണത്? ദൈവം ശാസ്ത്രത്തിൻ്റെ സബ്ജക്റ്റാണോ? ഒരിക്കലുമല്ല. ഇപ്പം നമുക്കൊരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിന് അമ്മയോട് ഭയങ്കര സ്നേഹം, അമ്മയ്ക്ക് കുഞ്ഞിനോട് സ്നേഹം ഉണ്ട്. നമുക്കെല്ലാവരും അമ്മയുടെ സ്നേഹം അനുഭവിച്ച് വളർന്നിട്ടുള്ളവരാണ് നമ്മൾ. അപ്പോഴും ഒരു ഡോക്ടർ വന്ന് പറഞ്ഞത്, ചേച്ചി മോളുടെ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമല്ലേ, ഞാൻ ഈ തെർമോമീറ്റർ ഒന്ന് വായി വെച്ച് നോക്കട്ടെ ചേച്ചിയുടെ. എന്തിനാ? അല്ല, ഈ ചേച്ചിക്ക് എന്തുമാത്രം സ്നേഹത്തിൻ്റെ ചൂട് ഈ കുഞ്ഞിനോടുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു പറയും? അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹത്തിൻ്റെ ചൂടറിയണത് അമ്മയുടെ വായി തെർമോമീറ്റർ കുത്തിക്കയറ്റിക്കൊണ്ടാണ്? നോ, നെവർ. ആരും ഈ വിഷയം, അതായത് ദൈവ വിഷയം എന്ന് പറഞ്ഞത് നമ്മൾക്ക് ഈ വിശ്വാസം എങ്ങനെ കിട്ടിയതാണ്? നമ്മൾക്ക് നമ്മുടെ വിശ്വാസം എക്സ് ഓർ വൈ, ചിലപ്പോൾ ഹിന്ദു ആകാം, മുസ്ലിം ആകാം, ക്രിസ്ത്യാനിയാകാം. നമുക്ക് ഈ വിശ്വാസം എങ്ങനെ കിട്ടിയതാണ്? ചിലർ പറയും ഈ നമ്മളാരും ചിലപ്പോൾ ചിലർ പറയും ഈ വിശ്വാസം നമുക്ക് നമ്മളുടെ ബുദ്ധി ഉറക്കണ മുമ്പ് നമുക്ക് തന്നതാണെന്ന് പറയും. അങ്ങനെ പറയണ വാദിക്കുന്നവരുണ്ട്. ശരിക്കും ശരി, നമുക്ക് ഈ വിശ്വാസം എങ്ങനെ കിട്ടിയതാ? നമ്മുടെ അപ്പനിടയ്ക്ക് നിന്ന് അമ്മയിടയ്ക്ക് നിന്നും കിട്ടിയതാണ്. ഉറപ്പാണല്ല, അത് സംശയമില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ആ വിശ്വാസത്തെ തുടരണത്. ഇനി ഈ വിശ്വാസത്തിന് എതിരായിട്ടുള്ളൊരു അനുഭവം വരുമ്പോൾ ചില മനുഷ്യർ മാറുന്നെങ്കിൽ നമുക്ക് കാണാം. അതൊക്കെ സ്വാഭാവികം നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ അപ്പനും അമ്മയ്ക്കും നമുക്ക് തന്ന വിശ്വാസമാണിത്. ക്രിസ്ത്യൻസിനാണെങ്കിൽ പിന്നീട് സഭയിൽ നിന്ന് വ്യവസ്ഥാപിതമായ പഠനങ്ങളിലൂടെ അതാത് മതക്കാർ അവരുടെ സംവിധാനങ്ങളിലൂടെ വിശ്വാസം വളർത്തിയെടുക്കും. ഓക്കെ, നമുക്ക് ആദ്യം തന്ന അപ്പനും അമ്മയും ആണല്ലോ വിശ്വാസം തന്നത്. അതെങ്ങനെയാണ് അവർ നമുക്ക് തന്നത്? നമ്മൾക്ക് ആദ്യം പാല് തന്നതാരാണ്? അമ്മയാണ്, അല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറെ തരത്തിലുള്ള അമ്മയുടെ മുലകൂടി മാറിക്കഴിയുമ്പോൾ പിന്നെയും നമുക്ക് പാല് കിട്ടും, അല്ലെ? പശുവിൻ്റെ പാലൊക്കെ കിട്ടും. ആ പശുവിൻ്റെ പാല് നമുക്ക് ആ കുഞ്ഞ് കുടിക്കണത് ആ പാലിൽ എന്തെല്ലാം സംഭവം ഉണ്ടെന്ന് ശാസ്ത്രീയമായി പരീക്ഷിച്ച് നോക്കിയിട്ടാണ് കുഞ്ഞ് പാല് കുടിക്കണത്. ആ അപ്പനും അമ്മ നമുക്ക് തരുന്ന പാല്, പശുവിൻ്റെ പാലായാലും ശരി, അത് ആ കുഞ്ഞ് കുടിക്കണത് ആ പാലിൽ എന്തെല്ലാം കണ്ടൻ്റ് ഉണ്ട്, ലാക്ടോജൻ ഇത്ര ശതമാനമുണ്ട്, അതിൻ്റെ അകത്ത് കാൽഷ്യം എന്തുമാത്രം ഉണ്ട് എന്നൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടാണ് കുഞ്ഞ് പാല് കുടിക്കണത്. അല്ല, അപ്പനും അമ്മയും പാല് പണ്ട് കുടിച്ചിട്ടുണ്ട്, അവർക്കറിയാം പാല് ബലമുണ്ടാക്കുന്നതാണ്. അതുപോലെ നമുക്ക് വിശ്വാസം പകർന്നു കിട്ടിയത്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വിശ്വാസം മുഴുവൻ എൻ്റെ അപ്പൻ്റെ വിശ്വാസമാണ്. അപ്പൻ ദൈവദിനസ്ഥനിൽ നിൽക്കുന്നതും മുട്ടയിൽ നിൽക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദേവാലയത്തിൽ പോണതും തിരിച്ചു വരുന്നതും ആ ഒരു ശനിയാഴ്ച വേലിപ്പത്തിൽ നിന്ന് ചെമ്പരത്തിപ്പ് പറിച്ചെടുക്കുന്നതും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കണതും എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതും ചില സമയത്ത് ഉച്ച 12 മണിക്ക് നേരം അപ്പൻ കുറേ വിഷമത അനുഭവിക്കുന്ന ദിവസങ്ങളിൽ അപ്പം 12 തിരി വാങ്ങിച്ചിട്ട് ഉച്ച 12 മണിക്ക് നേരം രൂപത്തിലേക്ക് കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒറ്റമുണ്ട് കൊടുത്ത് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉച്ച 12 മണിക്ക് പലപ്പോഴും. ഞാൻ ഈ വിശ്വാസം എവിടെ നിന്നാണ് ആർജിച്ചത്? ആ അപ്പൻ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അപ്പൻ അനുഭവിച്ച വിശ്വാസത്തെ അനുവർത്തിച്ചുകൊണ്ട് അനുഭവം പ്രാപിച്ച് നമുക്ക് പകർന്നു തന്നതാണ്. നമ്മൾ വളർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത് അപ്പൻ പറയുന്നതിനേക്കാൾ ശക്തമാണെന്ന്. എനിക്ക് അഭിമാനമുണ്ട്, അപ്പനേക്കാൾ വലിയ വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ നല്ല ശരിക്കും വിശ്വാസമുണ്ട്. ഞാനൊരിക്കൽ ഇസ്രയേലിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വഴി മുട്ടിപ്പോയ സമയത്ത്, എനിക്ക് വഴി കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ അകപ്പെട്ടു പോയ സമയത്ത് അവിടെ ആരുമില്ല. എവിടെയാണ് വഴിയെന്ന് എനിക്കറിയാൻ പാടില്ല, എവിടെയാണ് വണ്ടി എന്നറിയാൻ പറ്റുന്ന കാലത്ത് ഞാൻ അമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മയെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയോട്.
കാര്യം എൻ്റെ ചങ്കത്തിലും പൊടിഞ്ഞിരിക്കുന്നു. കാര്യം ആ പ്രോഗ്രാം ക്യാൻസലായി കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം മൊത്തം പോവും. ഞങ്ങളുടെ കയ്യിൽ മൊബൈൽ പോലും ആ സമയത്ത് വർക്ക് ചെയ്യുന്നില്ല. ആളും അറിയാൻ പാടില്ല, ദിക്കും അറിയാൻ പാടില്ല, അകപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞാണ്, അമ്മയെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞ്. എന്താ കാര്യം? ഞാൻ 24 മണിക്കൂർ അമ്മയെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണെന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, അതാ പ്രാർത്ഥന. അവിടെ വേറെ ഒരു പ്രാർത്ഥനയുമില്ല. അമ്മയെ ഞാൻ വിടത്തില്ല. കാരണം എന്താണ്? 24 മണിക്കൂർ ഞാൻ അമ്മയെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അത് സത്യമാണത്. അല്ല, എന്തെങ്കിലും കൈമോശം വരുമ്പോൾ അമ്മയെന്ന് പിടിച്ചു നിൽക്കണമല്ല, 24 മണിക്കൂർ അമ്മയെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാ പറ്റി? എൻ്റെ ബുദ്ധിപ്പോലും ഇല്ലാത്ത, ഓർമ്മയെപ്പോലും ഇല്ലാത്ത വണ്ടിയുടെ കളറ് അമ്മേൻ്റെ മനസ്സിൽ തോന്നിച്ച്. ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ബുദ്ധിയിലാണ്. ഞങ്ങൾ വെളുപ്പിന് എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരാണ് ഹോട്ടലിൽ നിന്ന്. ആ വണ്ടി ഏതാണ്, വണ്ടിയുടെ കളർ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ സമയത്ത് ഒരു കൊന്ത ചെന്ന് കഴിയുമ്പോൾ ബ്ലാക്ക് ആൻഡ് റെഡ് ഡിസൈനുള്ള വണ്ടി. അപ്പോൾ അത് വെറുതെ എൻ്റെ മനസ്സിൽ തോന്നിച്ചതാണ്, വെറുതെ എൻ്റെ മനസ്സിൽ തോന്നിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ വണ്ടി ഇതാണ്. നമ്മൾ ഈ ജവമാല ചൊല്ലി കഴിയുമ്പോൾ, വിജയകുമാർ സാറാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഈ ജവമാല ചൊല്ലി കഴിയുമ്പോൾ വണ്ടി നമുക്ക് മുമ്പിൽ വരും. കാര്യം ഞങ്ങളുടെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വണ്ടി തിരക്കിപ്പോവുകയാണ്. പക്ഷേ ഏത് ദിക്കാണ്, എവിടെ പോകണമെന്ന് ഡ്രൈവറിനോട് പോലും പറയാൻ ഞങ്ങൾക്ക് ദിക്കറിയത്തില്ല, അയാൾക്ക് ഞങ്ങളുടെ ഭാഷ അറിയത്തില്ല. പണിയായി. അപ്പോൾ ഇങ്ങനൊരു സന്നിഗ്ധമായ ഘട്ടത്തിൽ പറയണ ഇതാണ്, അമ്മ നമ്മൾ ജോമാല ചൊല്ലിക്കഴിയുമ്പോൾ വണ്ടി നമ്മുടെ കൈ മുമ്പിൽ കൊണ്ടുവന്ന് തരുമെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ഈശോ ദിവ്യകുർബാന എഴുന്നള്ളി ജീവനോടെ ഇരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞതിൻ്റെ അകത്തൊരു വാക്ക് പോലും തെറ്റില്ല. അതുപോലെ തന്നെ ആ ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ ഈ പറഞ്ഞ വെള്ളയും പറഞ്ഞ കറുപ്പും ചുവപ്പും വെള്ളയും ചേർന്ന വണ്ടി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട്, എത്ര 64 ഫീറ്റ് റോഡാണ്, ഇൻ്റർനാഷണൽ റോഡാണ്. അതിൻ്റെ ഇടയ്ക്കൂടി തലങ്ങും വിലങ്ങും പായുന്ന കൂട്ടത്തിൽ നിന്നാണ്, 10,000-കണക്കിന് വണ്ടികളുടെ കൂട്ടത്തിൽ നിന്നാണ് ആ വണ്ടി ഞങ്ങളുടെ മുമ്പിൽ എത്തിയത്. നമ്മൾ വിശ്വസിക്കുന്നത് ജീവിക്കണ ദൈവത്തിലാണ്. ഈ ജീവിക്കണ ദൈവത്തെ വിശ്വസിക്കുന്നവന് എന്തിനാണ് ശാസ്ത്രം? ശാസ്ത്രത്തിൻ്റെ പണി വേറെയാണ്. ദൈവമായിട്ട് ഒരു ബന്ധവും അതിനില്ല. ദൈവ അനുഭവമായിട്ടൊരു ബന്ധവുമില്ല. ഇന്നലെ ഞാൻ ഓർക്കുകയായിരുന്നു, പെട്ടെന്നിങ്ങനെ വീട്ടിൽ എൻ്റെ മുറിയിലിരുന്നുകൊണ്ട് ഞാൻ പല കാര്യങ്ങളെക്കുറിച്ച്, കുറേ കൃപാസനം പ്രോജക്റ്റുകൾ തീരാനുണ്ട്. ഇപ്പോൾ കൃപാസനം പ്രോജക്റ്റുകൾ തീരാനുള്ളത് കാരണം ഞാനതിൻ്റെ അതിലേക്ക് ഇടയ്ക്കൊക്കെ വെക്കുക അപ്പോൾ വിഷയം. അതിനുശേഷം പെട്ടെന്ന് ഞാനത് മനസ്സിൽ ഓർത്ത, പെട്ടെന്ന് മാതാവിൻ്റെ മടിയിൽ ഈശോ മരിച്ചു കിടക്കുന്ന ഒരു ദർശനം ഉണ്ടായി. മാതാവിൻ്റെ മടിയിൽ ഈശോ മരിച്ചു കിടക്കുന്ന ദർശനം. അപ്പോൾ ഞാൻ മരിച്ചു പോയിരിക്കുക. എന്നാലും ചോദിക്കാം, കർത്താവിനോട് ചോദിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ദർശനം സ്വപ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ, പാരാത്രിയാണെങ്കിലും ശരി, ഞാൻ എഴുന്നേറ്റ് വചനം നോക്കിയിരിക്കും. കാര്യം ദൈവം നമ്മോട് സംസാരിക്കുന്ന ഏറ്റവും ശക്തമായ ഉപാധികളിലൊന്ന് സ്വപ്നമാണ്, രണ്ടാമത് ദർശനമാണ്. പക്ഷേ ഇതിന് വ്യാഖ്യാനം പറയേണ്ടത് ആരാണ്? ദൈവമനസ്സ് പറയേണ്ടത് ആരാണ്? വചനമാണ്. നിങ്ങളങ്ങനെ ട്രെയിൻ ചെയ്യണം നിങ്ങളാ. കാര്യം ദൈവാനുഭവം എന്ന് പറയണത് നമ്മളീ പറയുന്ന സങ്കല്പമല്ല. അത് നമുക്ക് കണ്ടുകൊണ്ട് കാണാം, ചെവി കൊണ്ട് കേൾക്കാം, കൈകൊണ്ട് തൊടാം. അത്രയും ടാൻജിബിളാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കുറച്ച്, ഇപ്പോൾ പണ്ടത്തോടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതിന് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പുതിയ പ്രോജക്റ്റ് കൃപാസനത്തിന് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ എല്ലാത്തിനും പല വിഷയങ്ങൾ സാങ്കേതികമായിട്ട് വരുന്നുണ്ട്. ഇതിനെ കുറിച്ച് ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രാർത്ഥനയായിട്ടൊരു വിഷയം വരുന്നതല്ല. അപ്പോൾ പെട്ടെന്ന് ഈ പ്രാർത്ഥന മനസ്സിലോർത്തുകൊണ്ട് വീട്ടിലിരിക്കുന്ന, എൻ്റെ മുറിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈശോ അമ്മയുടെ മടിയിൽ മരിച്ചു കിടക്കണം. അപ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ എന്ത് ചെയ്ത് ഞാൻ മരിക്കുമായിരിക്കുമോ? എപ്പോഴായാലും നമുക്ക് ഈശോയുടെ അടുത്ത് പോകണം. അപ്പോൾ കുറച്ച് കാര്യം എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. കാര്യം അതിന് എനിക്കൊരു വചനമുണ്ട്. കാര്യം 17:4 എൻ്റെ വചനം. എന്താണ്? കർത്താവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന്. അപ്പോൾ ജോലി പൂർത്തിയാക്കാൻ നമുക്കൊരു അവകാശമുണ്ട്. ഇപ്പം നമ്മുടെ മക്കളെ കല്യാണം കഴിപ്പിച്ചിട്ടില്ല. അപ്പം നീ ദൈവത്തോട് പറയണം, അതെൻ്റെ ജോലിയാണ്, അതെനിക്ക് പൂർത്തിയാക്കണമെന്ന് പറയാം നിനക്ക്. അപ്പം നിൻ്റെ വീട് വെച്ചിട്ടില്ല, നിൻ്റെ കുഞ്ഞുങ്ങൾ വലുതായി വരുന്നു, അത് നിൻ്റെ ജോലിയാണ്, അത് നിനക്ക് പൂർത്തിയാക്കണമെന്ന് പറയണം നിനക്ക്. അതാണ് വചനമെന്ന് പറയണത്. അതായത് ഈശോ അങ്ങനെ പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ അതൊക്കെ പ്രാർത്ഥിക്കാൻ പാടില്ലെന്നില്ല. ഈശോ അങ്ങനെ പ്രാർത്ഥിച്ചതാണ്. 17:4 പ്രാർത്ഥിച്ചതാണ്. എന്താ പ്രാർത്ഥിച്ചത്? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എങ്ങനെ മഹത്വപ്പെടുത്തി? അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന്. അപ്പോൾ ദൈവം എനിക്ക് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പഠനം, അവരുടെ ജോലി, അവർക്ക് മാന്യമായൊരു ജീവിത പങ്കാളിയെ കൊടുക്കുക, അവർക്ക് അവരുടെ സ്റ്റാറ്റസ് ജീവിക്കാൻ ഒരു വീടുണ്ടാക്കി കൊടുക്കുക, എന്നെ പറ്റുന്ന എൻ്റെ കൊക്കിനൊതുന്ന രീതിയിൽ അവർ അതെൻ്റെ ജോലിയാണ്. അപ്പോൾ അത് ദൈവത്തിൻ്റെ സന്നിധി പറഞ്ഞ കർത്താവ് നീയും പ്രാർത്ഥിച്ചല്ലോ ജോലി പൂർത്തിയാക്കാൻ, ഞാനും അങ്ങയുടെ തിരുസന്നിധി പ്രാർത്ഥിക്കണം, എൻ്റെ ജോലി പൂർത്തിയാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതാണ് ഞാൻ പ്രാർത്ഥിച്ചത്.
എൻ്റെ ജോലി പൂർത്തിയാക്കാൻ, അങ്ങനെ ഏൽപ്പിച്ച് ജോലി പൂർത്തിയാക്കാൻ എന്നെ അനുഗ്രഹിക്കണം ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് ഈശോ അമ്മയുടെ മടിയിൽ ഈശോ മരിച്ചു കിടക്കണം. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ജോലി പൂർത്തിയാക്കുന്ന മുമ്പ് നീ എന്നെ തിരിച്ച് വിളിക്കുമായിരിക്കുമോ? എന്തായാലും കുഴപ്പമൊന്നുമില്ല, നീ പൂർത്തിയാക്കിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യണ പരിപാടി വെച്ചാൽ അപ്പം തന്നെ വചനം എടുത്ത് നോക്കും. എന്താണ് ഈശോ ഈ ദർശനത്തിലൂടെ പറയണത്? എൻ്റെ മക്കൾ മനസ്സിലാക്കണം, നമ്മൾ ജീവിക്കണ ദൈവത്തിലാണ് വിശ്വസിക്കണത്. ജീവിക്കണ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ജീവിക്കണ ദൈവം ഇതുപോലെ സംവേദനം എന്ന് പറയണത് ഈ അതായത് ബൈബിൾ കാലത്തുള്ളതല്ല, അതിനേക്കാൾ ശക്തമായിട്ടാണ് ഇന്ന് മനുഷ്യനോട് ദൈവം സംസാരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബൈബിളിൽ നോക്കി, കർത്താവ് നീ എന്താ പറയണത്? നോക്കിയപ്പോഴെന്നാ സങ്കീർത്തനമാണ് എൻ്റെ ഈ കിട്ടിയത്. ഞാൻ കണ്ണ് തുറന്ന് നോക്കി, വലത് വഴി നോക്കിയപ്പോൾ 131 സങ്കീർത്തനമാണ്. 131 സങ്കീർത്തനത്തിൽ 2ാമത്തെ വാക്കിൽ കിടക്കുകയാണ്. എന്താ? നേരെ ബൈബിൾ തുറക്കാൻ കാണുന്ന 131 സങ്കീർത്തനം. അതിൻ്റെ 2ാമത്തെ വാക്ക് എന്താണ്? അമ്മയുടെ മടിയിൽ ശാന്തനായി ഉറങ്ങുന്ന കുഞ്ഞിനെ പോലെ ഞാൻ എന്നെ ശാന്തനാക്കിയെന്ന്. എൻ്റെ അമ്മയെ ഞാൻ വല്ല ഇടി വെട്ടുകൊണ്ട് പോരെ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയ ഈ വിഷയങ്ങൾ. കർത്താവ് എന്തുമാത്രം ടാഞ്ചിബിളാണ്. അതായത് അമ്മയുടെ മടിയിൽ ശാന്തനായി ഉറങ്ങുന്ന കുഞ്ഞിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കിയെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നീ വ്യഗ്രത കൊള്ളണ്ട, ഈ വിഷയമൊക്കെ ടേക്കപ്പ് ചെയ്യും, ഇത് ടൈമുണ്ട്. വളരെ വളരെ നിസ്സാരമായിട്ടല്ലേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നത്? നീ ഈ വിഷയത്തെക്കുറിച്ച് ആവശ്യമില്ലാത്ത വ്യഗ്രത ചെല്ലണ്ട, ഇതൊക്കെ പൂർത്തിയാക്കാനുള്ള സമയമുണ്ട്. കുഞ്ഞിനെപ്പോലെ ശാന്തനാക്കുക. ശാന്തത എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യഗ്രതയ്ക്കെതിരാണ്. ആവശ്യമില്ലാത്ത വ്യഗ്രതയെ പ്രാർത്ഥനയെ കയറ്റരുതെന്നാണ് ഈശോ പറയണത്. ആവശ്യമില്ലാത്ത വ്യഗ്രത പ്രാർത്ഥനയെ കയറ്റരുത്. ശാന്തമാവുക, കുഞ്ഞിനെപ്പോലെ ശാന്തമാവുക. അമ്മയുടെ മടി ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞിനെപ്പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ ഈ അമ്മയുടെ ആളായിട്ട് നടക്കുമ്പോൾ അപ്പോൾ അമ്മയെ കൂടി ചേർത്താണ് എന്നോട് മറുപടി പറഞ്ഞത് ദൈവം. അമ്മയെ കൂടി ചേർത്താണ് എന്നോട് മറുപടി പറഞ്ഞത്. ഇതാണ് നമ്മുടെ ദൈവാനുഭവം. ഇതൊരു തർക്കത്തിൻ്റെ വിഷയമല്ല, ഇതൊരു വിശ്വസിച്ച് അനുഭവിക്കുന്ന വിഷയമാണ്. തർക്കത്തിൻ്റെ വിഷയത്തിലേക്ക് പോകുന്നവരാരും ദൈവവിശ്വാസികളല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ തർക്കങ്ങൾ സംവാദങ്ങൾ വരുമ്പോൾ ഞാൻ ഓർക്ക് ഇതെന്ത് മണ്ടത്തിലേക്ക് കാണിക്കണത്? ദൈവം ഒരിക്കലും തർക്കത്തിൻ്റെ വിഷയമല്ല. പിന്നെ ആരെയും തർക്കിച്ച് ബോധ്യപ്പെടുത്താനും പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ യുക്തിവാദികളോട് തർക്കിച്ച് നോക്കി, 2 കൊല്ലം തർക്കിച്ചുകൊണ്ടിരുന്നാൽ പോലും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെടത്തില്ല. പിന്നെ എന്തിനാ വേസ്റ്റ് ചെയ്യണത്? അതുകൊണ്ട് അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിലും തർക്കങ്ങളിലും നിങ്ങൾ ഏർപ്പെടരുതെന്ന് സെൻറ്റ് പോൾ പറയണത്. ദൈവം അനുഭവത്തിൻ്റെ വിഷയങ്ങളാണ്. നമ്മൾ അനുഭവത്തിൽ നിന്നാണ്. ഇപ്പോൾ ബൈബിളിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഈ ബൈബിള് എന്നെ ആദ്യം പരിചയപ്പെടുത്തിയ ആരാണ്? എൻ്റെ അപ്പനാണ് എന്നോട് പറയണത്, നീ കുർബാനയ്ക്ക് പോകുമ്പോൾ ഏവങ്കേലി അടക്കിടുമ്പോൾ ചെല്ലണമെന്ന്. ഏവങ്കേലി എന്നാണ് അപ്പം പറയണത്. പണ്ടത്തെ കാലത്ത് ബൈബിളിന് ഏവങ്കേലി എന്ന് പറഞ്ഞ ഗ്രീക്ക് വാക്കാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ കുർബാനയ്ക്ക് വരുമ്പോൾ നീ എപ്പോഴാണ് ചെയ്യുന്നത്? നീ എപ്പോഴാണ് കുർബാനയ്ക്ക് പള്ളി ചെന്നത്? ഞാൻ പറഞ്ഞ് വായിക്കണമെങ്കിൽ ചെന്ന്. ശരി, എന്താ പ്രശ്നം? അല്ലെങ്കിൽ ചിലപ്പോൾ അടിയും കിട്ടി വരും. അപ്പോൾ ഏവങ്കേലിയിൽ എന്തോ ഉണ്ടെന്ന് അപ്പനെ അറിയാമായിരുന്നു. എന്താണ് അപ്പനെ അറിയാവുന്നത്? ഏവങ്കേലിയിലൂടെ കർത്താവ് സംസാരിക്കും. കർത്താവിൻ്റെ വചനം, ഈ വചനത്തോടൊക്കെ ഉള്ള അടുപ്പങ്ങളില്ലേ, ഇതാണ് നമ്മുടെ അർഹത കൂട്ടണത്. ഞാൻ എപ്പോഴും ഓർക്കും ഈ നമ്മുടെ ശതാധിപനില്ലേ, വിശുദ്ധ ലൂക്കാൻ്റെ സുവിശേഷത്തിലെ ശതാധിപനെക്കുറിച്ച് പറയും. ശതാധിപൻ്റെ ഭൃത്യൻ അസുഖം ബാധിച്ച് കിടന്നേ. അപ്പോൾ ശതാധിപന് ഭൃത്യനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ ഭയങ്കര സങ്കടമുണ്ട് ഈ ഭൃത്യൻ ഇങ്ങനെ കിടക്കുന്ന കാരണം. ഉടനെ അവർ പറഞ്ഞ് ഈശോ എന്നും പറഞ്ഞൊരാൾ വന്നിട്ടുണ്ട്, വലിയ നല്ല മനുഷ്യനാണെന്ന് പറയും. ഒത്തിരിയേറെ മനുഷ്യരുടെ കാരുണ്യം കാണിക്കുന്നുണ്ട്, ദൈവം എന്ന് വിളിക്കുന്നവരുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ശതാധിപൻ റോമൻ ആണ്, വിജാതീയനാണ്. എങ്കിലും ശതാധിപൻ അത് കേട്ടപ്പോൾ ഈശോയിലൊരു വിശ്വാസമായി. അപ്പോൾ അദ്ദേഹം 2 പേരെ വിട്ടിട്ട് പറയും, എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ എൻ്റെ ഭൃത്യൻ്റെ ജീവൻ ഒന്ന് രക്ഷപ്പെടുത്താനുള്ള കാര്യം ചെയ്തു തരണം. കാര്യം അത്രയ്ക്ക് ആ മനുഷ്യനെ ആ ഭൃത്യനോട് ഇഷ്ടമാണ്. അപ്പോൾ യഹൂദ പ്രമാണിമാരെ വിടണത്, അവിടെ സമുദായത്തിലെ യഹൂദ പ്രമാണിമാർ വന്നിട്ട് ഈശോനോട് കെഞ്ചി പറയും, റോമൻ
100 പട്ടാളക്കാരുടെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് പുള്ളി. അപ്പം അതുകൊണ്ട് പറയും നല്ല മനുഷ്യനാണ്. ഒന്നാമത്തെ കാര്യം, അങ്ങ് ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണെന്ന് പറയും. അതാണ് സംഭവം. ഈയിടെ ഈ യഹൂദ പണ്ഡിതന്മാർ വന്ന് ശതാധിപനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം, ഒരു വിശ്വാസിയെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ 2 കാര്യങ്ങൾ പറയും. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളിത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണെന്ന് പറയും. അപ്പോൾ ഈശോ ഇവരെ നോക്കും, എന്താ വെച്ചാൽ ഈ അർഹത എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ ഒന്നാമത്തെ അർഹത പറയും, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും. അത് വലിയ കാര്യമാണ്. അതാണ് ഇപ്പം ഈ ലുക്ക 7:5 ലുക്കയുടെ സുവിശേഷം 7:5 അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നുണ്ട്. സാധാരണ റോമൻ ഭരണാധികാരികൾ പലപ്പോഴും യഹൂദന്മാരെ സ്നേഹിക്കത്തില്ല, ജനത്തെ സ്നേഹിക്കത്തില്ല. എപ്പോഴും അവരെ കൊല്ലാനാണ് ഇവർ വരണത്, അടിക്കാനും കൊല്ലാനും ഭീഷണിപ്പെടുത്താനും അവരുടെ വീട്ടിൽ കയറി ഭക്ഷണം കട്ട് തിന്നാനും ഇങ്ങനെയൊക്കെ ഒത്തിരി, അതുപോലെ വീട്ടിന് പൊന്ന് കൊള്ള ചെയ്യാനും, ഇങ്ങനെ ഒത്തിരിയേറെ റോമൻ ഭരണാധികാരികൾ ഇതുപോലെയുള്ളവർ പട്ടാളക്കാരൊക്കെ തോന്നിവാസികളായിരുന്നു. അവർ ശത്രുക്കളെ പോലെയും ആണ് ഇവർ ഈ യഹൂദന്മാരെ കണ്ടത്. പക്ഷേ ഈ പ്രത്യേക പെർട്ടിക്കുലർ സെഞ്ചൂറിയൻ ഇയാളുടെ അർഹത എന്താണെന്ന് നമ്മൾ നോക്കുകയാണ്. രണ്ടാമത്തെ എന്താ പറയണത്, അവൻ നമുക്ക് ജനത്തെ വെറുതെ സ്നേഹിക്കണം എന്ന് പറയണതല്ല, ഒരു സ്വന്തം കാശ് മുടക്കിൽ സ്വന്തം ശമ്പളത്തിൽ നിന്ന് ഒരു സിനഗോഗ് നമുക്ക് ഒരു പള്ളി പണിത് കൊടുത്തിട്ടുണ്ട് അയാൾ. ചുമ്മായല്ല, അപ്പം അയാൾ ജനത്തെ മാത്രമല്ല സ്നേഹിക്കണത്, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ 2 ക്വാളിറ്റിയാണ് ഇയാൾക്കുള്ളത്. ഇയാളുടെ അർഹത എന്താണ്? ഒന്ന്, ജനത്തെ സ്നേഹിക്കുന്നു. ഇത് 2 മതി. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ 2 കാര്യമാണ് മനുഷ്യന് ദൈവദൃശ്യന് അർഹത ഉണ്ടാക്കുന്നത്. ഒന്ന്, മനുഷ്യനെ സ്നേഹിക്കുക. രണ്ടാമത്, ദൈവത്തെ സ്നേഹിക്കുക. ഇത് കേട്ടപ്പോൾ തന്നെ ഈശോ ഈ മനുഷ്യൻ്റെ വീട്ടിലോട്ട് ബൈപ്പേഴ്സൺ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഈ മനുഷ്യൻ തിരിച്ച് ശതാധിപൻ കർത്താവിൻ്റെ എതിരെ വരും. ദൂതന്മാരേക്കും. ദൂതന്മാരെ അയച്ചിട്ട് പറയുന്ന ദൂത്, അതായത് ശതാധിപൻ തന്നെ വന്നിട്ട് പറയും, ഞാൻ അങ്ങ് എൻ്റെ വീട്ടിൽ വരുവാൻ എനിക്ക് യോഗ്യതയില്ല, അതുകൊണ്ടാണ് നേരിട്ട് പോലും അങ്ങയെ കാണാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. എന്തോ ഒരു എളിമ. എൻ്റെ മക്കളെ, ശരിക്കും ഇത് ഭക്തിയുടെ അപ്പുറത്തെ സംഭവമാണിത്. ഇന്ന് മനുഷ്യന് ദൈവത്തോട് കാണിക്കുന്നത്, എനിക്ക് തോന്നിയിരിക്കുന്നത്, ഭക്തിയുടെ കുറവ് ശരിക്കുമുണ്ട്. ഭക്തിയുടെ കുറവ്. ഇപ്പോൾ ഒരു ദേവാലയത്തെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഒരു ദേവാലയത്തെ നമ്മൾ കവർ ചെയ്ത് പോവുകയാണ്, ശരിക്കും എന്നാ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ മുട്ടേ നിന്നിട്ടാണ്, തല കുമ്പിട്ടിട്ടാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. ഒരു നിവൃത്തിയില്ലെങ്കിൽ, അത്രയും ധൃതിയാണെങ്കിൽ തല കുമ്പിട്ട് കർത്താവിൻ്റെ ദൃശ്യം നമ്മൾ കർത്താവിൻ്റെ ദൃശ്യം നമ്മൾ ആരാധിക്കണമെന്ന് ഉറപ്പ് വരുത്തണ്ടേ? അപ്പോൾ ആരാധനയുടെ ഉറപ്പ്, ആ ഒരു ബോധം കിട്ടിയിട്ട് നമ്മൾ തല നിവർന്ന് തിരിച്ചു പോകും. പക്ഷേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയാണ്. നിന്നെ എന്തുകൊണ്ടാണ് ദൈവം ഡിസ്റിഗാർഡ് ചെയ്യണത്? നീ അതിനേക്കാൾ മോശമായിട്ട് ദൈവത്തോട് പെരുമാറിയിട്ടാണ്. നിനക്ക് ദേവാലയത്തെക്കുറിച്ച് അറിയത്തില്ല, ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് അറിയാം, പക്ഷേ നീ അതനുസരിച്ച് മാനസികമായിട്ട് നിൻ്റെ മനസ്സിനെ ഒരുക്കിയിട്ടില്ല. ഭക്തി വലിയ വിഷയമാണ്.
ഭക്തി എന്ന് പറയുന്നത് എളിമയെന്ന് വരുന്നതാണത്. എളിമയിൽ നിന്നും ദൈവത്തോടുള്ള ആരാധനയിൽ നിന്നാണ് ഭക്തി വരണത്. അപ്പം ആ എളിമയും ആരാധനയും ഉള്ളവൻ അവൻ ഒരിക്കലും ദൈവം കൈവിടത്തില്ല. കാരണം നമ്മൾ ദൈവത്തെക്കാൾ വലിയ പുള്ളികളാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പള്ളിയിൽ കൂടിയും അതുപോലെ പള്ളിയുടെ മുറ്റത്ത് കൂടിയൊക്കെ പാസ് ചെയ്യണത്. അപ്പം തന്നെ അറിയാം നിൻ്റെ കാര്യത്തിൽ തീരുമാനമായെന്ന്. എന്താ കാര്യം? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിനക്കത് പറഞ്ഞു തരും, ഇങ്ങനെയല്ലടാ വിഡ്ഢി ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ഇല്ലായ്മയാണ് ഭക്തി കുറയാനുള്ള ഒരു കാരണം. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് നോട്ട് തരും. ഇവിടുത്തെ പൊസിഷൻ എന്താണ്, ഇപ്പോഴെന്താ നീ ചെയ്യേണ്ടതെന്ന് ഈശോ അവിടെ ഇരിക്കുന്നുണ്ട്. നീ ഇതിലെ കൂടി കടന്നു പോവുകയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്ക് പരിശുദ്ധാത്മാവ് നിനക്ക് നോട്ട് തരും. ഇന്ന് മനുഷ്യന് ഭക്തി കുറയാൻ കാരണം പരിശുദ്ധാത്മാവിൻ്റെ കുറവാണ്. കാര്യം പറഞ്ഞു തരാൻ ആരുമില്ല. കാര്യം അപ്പനും അമ്മയും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അവർ വീട്ടിലിരിക്കുമല്ലോ. അപ്പനും അമ്മയും ഉണ്ടായിട്ട് ഈ നമ്മൾ സഞ്ചരിക്കുമ്പോഴൊക്കെ ഓരോരോ സമയത്ത് ദൈവമായിട്ട് കണ്ടുമുട്ടുന്ന സമയത്തൊക്കെ അപ്പനും അമ്മയും എന്ന് പറയുമോ? അവരെ നമുക്ക് 6 വയസ്സോ 12 വയസ്സോ ഉള്ളപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പറഞ്ഞാൽ പിന്നെ പറയേണ്ടത് ആരാണ്? എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരാശ്വാസകനെ അവൻ നിങ്ങൾക്ക് തരുമെന്ന്. അപ്പോൾ എന്നേക്കും എവിടെയായാലും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ എവിടെയാകുമ്പോഴും പരിശുദ്ധാത്മാവ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഭക്തി കാണിക്കുന്ന സ്ഥലത്ത് ഭക്തിയും ആരാധിക്കേണ്ട സമയത്ത് ആരാധനയും, അത് മുതിർന്നവരോടായാലും സഭാശ്രേഷ്ഠന്മാരോടായാലും അതുപോലെ തന്നെ അതിനേക്കാളുപരി ദൈവത്തോടായാലും നമ്മൾ കാണിക്കേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവിന് നിറവുള്ളവർക്ക് ഭക്തിയും ബഹുമാനവും ആദരവും വരും. പ്രാർത്ഥിക്കുക, ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിലെ കൂടുതൽ സാന്നിധ്യബോധവും അതുപോലെ തന്നെ ഭക്തിയും ആരാധനയും തോന്നുവാൻ ആവശ്യമായ ദൈവാത്മാവിനാൽ എന്നെ നിറക്കണമേ, എന്നെ അനുസ്മരിപ്പിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ശതാധിപനോട് ഈശോ പറയുന്നൊരു വാക്കുണ്ട്. ഇത്ര വലിയ വിശ്വാസം ഇസ്രയേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. 7:10 ശതാധിപനെ ഈശോ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അംഗീകാരമാണ്. ഓരോ വിശ്വാസിക്കും ദൈവത്തിൽ നിന്ന് അംഗീകാരം വേണ്ടതാണ്. നമ്മളിപ്പോൾ 40-45 വയസ്സായിട്ട് ഇപ്പോഴും ദൈവദൃഷ്ടിയിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടിയിട്ടില്ലേ? നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് 45-55 വയസ്സായിട്ടും ദൈവത്തിൽ നിന്നൊരു അംഗീകാരം നിനക്ക് കിട്ടിയോ? ഇപ്പം കർത്താവ് ശതാധിപനോട് പറഞ്ഞില്ലേ, ഇത്രയും വലിയൊരു വിശ്വാസം, ഓരോ വിഷയം ഓരോ അത്ഭുതം കഴിയുമ്പോഴും കർത്താവ് അംഗീകാരം കൊടുക്കണ കാണാം. കാര്യം അംഗീകരിക്കപ്പെടേണ്ടവർക്കാണ് ഈശോ അത്ഭുതം കൊടുക്കുന്നത്. അച്ഛാ പറഞ്ഞാൽ മനസ്സിലായോ? ഓരോ അത്ഭുതം കഴിയുമ്പോഴും ഔമൺ യുവർ ഫെയ്ത്ത് ഇസ് സോ ഗ്രേറ്റ് എന്ന് ഈശോ പറയും. എന്താ പറയണത്? രക്തസ്രാവക്കാരോഗ്യമാണ് പറയുന്നത്, നിൻ്റെ വിശ്വാസം വലുതാണ്. എന്താണ്? ഓരോ വിശ്വാസിയെയും കർത്താവ് അംഗീകരിക്കും. അംഗീകാരത്തിന് മുമ്പ് ഒരു അത്ഭുതം നടന്നിരിക്കും. നിൻ്റെ ജീവിതത്തിലെ അത്ഭുതം എപ്പോഴെല്ലാം നടന്നിട്ടുണ്ടോ അതെല്ലാം ദൈവം നിനക്ക് നൽകുന്ന അംഗീകാരമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴെല്ലാം നിൻ്റെ പ്രാർത്ഥന കേട്ടതായിട്ട് നിനക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം അതെല്ലാം ദൈവം നിനക്ക് തരുന്ന നിൻ്റെ വിശ്വാസം നൽകുന്ന അംഗീകാരത്തിൻ്റെ അടയാളമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോ അങ്ങനെ ഒരു വലിയ അംഗീകാരം അവൻ്റെ വിശ്വാസത്തിന് കൊടുക്കാൻ എന്താണ് കാരണം? അല്ല, ഒരു കാര്യം ഇവൻ സിനഗോഗ് പണിത് കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ കാര്യമല്ല.
ആ ശതാധിപൻ യഹൂദ ജനതയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ കാര്യവുമല്ല. അത് രണ്ടും വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട് അവൻ്റെ അർഹത തെളിയിക്കണത്. എന്താണ്? ഇവൻ പറയുന്നൊരു വാക്കുണ്ട്, കർത്താവേ, നിന്നെ നേരിട്ട് കാണാൻ പോലും യോഗ്യതയില്ല എനിക്ക് എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഈ പെരുവഴി നിന്നായാലും ശരി, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. അതാണ് സംഭവം. നമ്മൾ ലൂക്ക 7:7 വായിക്കുന്നതാണ്. അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. അത് ആ ഭാഗം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാവോ? അവൻ വിജാതീയനാണ്, പക്ഷേ ദൈവവചനത്തിലെ അവന് വല്ലാത്ത തീഷ്ണതയാണ്. കർത്താവിൻ്റെ വാക്കിലെ കർത്താവിനെ പോലെ തന്നെ അവന് പ്രാധാന്യമാണ്. കർത്താവിൻ്റെ ഫിസിക്കൽ പ്രസൻസ് പോലെ തന്നെയാണ് അവൻ വചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം. ദൈവവേദലേ, യേശു എഴുന്നള്ളി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുവെന്ന് പറയുന്ന ഫിസിക്കൽ പ്രസൻസ് ഒരു പക്ഷേ 1000 ദിവസങ്ങളിൽ ഒരിക്കലേ നമുക്ക് ആ ഒരു ഫീൽ ദ പ്രസൻസ് തോന്നത്തുള്ളൂ. പക്ഷേ അതുപോലെ തന്നെ വലുതാണ് നിൻ്റെ വീട്ടിൽ നിൻ്റെ കൂടെ ഇരിക്കുന്ന ബൈബിളിലുള്ള നിൻ്റെ വിശ്വാസം. നീ എപ്പോഴും വായിക്കുന്ന വചനം. ഇപ്പം നമ്മുടെ വീടുകളിലെല്ലാം വചനങ്ങൾ വായിക്കുന്നുണ്ട്, പക്ഷെ ഒരു കഥയുമില്ല. എന്താ കാര്യത്തിൽ അവരിങ്ങനെ ഒരു ഇൻഫർമേഷൻ, ഒരറിവിനുള്ള സംഭവം വായിക്കണ പോലെയാണ്. വീടുകളിലൊക്കെ ഒരു പടുതി വായനയില്ലേ, നമ്മൾ ആചാര വായനയാണ്. ഈ ആചാര വായന, പ്രാർത്ഥന കഴിയുമ്പോൾ അപ്പനും അമ്മയ്ക്ക് സ്തുതി കൊടുക്കണ ഒരു ആചാരമുണ്ട്. അതുപോലെ ജപമാല കഴിയുമ്പോൾ ഒരു അധ്യായം വായിക്കും. ഈ ആചാര വായനക്കൊരു കഥയുമില്ല. ആചാര വായനകളെല്ലാം അഭിഷേകമാകണമെങ്കിൽ ആ വചനം വായിക്കുമ്പോൾ തന്നെ വീട്ടുകാർ മുട്ടേ നിൽക്കണം. അല്ല അപ്പന് കൊതുകിനെ അടിച്ചുകൊണ്ട് പുറകിരുന്ന്, അമ്മ പേര് തലയിൽ തുറകിക്കൊണ്ടിരുന്ന് കൊച്ചു നോവല് വായിക്കണോണ്ട് വചനം വായിച്ചാൽ എന്തനുഭവം കിട്ടാനാണ്? നീ അതിൽ വിശ്വസിക്കുന്നുണ്ട്. ശതാധിപനെ കണ്ട് പഠിച്ചേ. ശതാധിപൻ എന്താ പറയണത്? ശതാധിപൻ പറഞ്ഞ ഇതാണ്, കർത്താവെ, നീ ബൈ പേഴ്സൺ ഫിസിക്കൽ പ്രസൻസ് അതിന് പോലെ തന്നെ ഞാൻ പ്രാധാന്യം കാണുന്നതാണ് നിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു വചനം. നീ ഇവിടെ നിന്ന് ഒന്ന് പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി. എന്തോ ഒരു വിശ്വാസമാണ്. ഇത് കേട്ടിട്ടാണ് ഈശോ കോൾമഴ കൊള്ളണം. കർത്താവ് പറയും, ഇത്ര വലിയ വിശ്വാസം ഇസ്രയേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഈശോ എപ്പോഴും വരണമെങ്ങനെ താരതമ്യപ്പെടുത്തും. ദൈവത്തിലെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ താരതമ്യം ഉണ്ടേ. ഇപ്പം നിൻ്റെ അനിയത്തിയേക്കാൾ നിനക്ക് വിശ്വാസം ഉണ്ടാകണം. അത് കോമ്പറ്റീഷനാണ്. വിശ്വാസ കാര്യത്തിൽ കോമ്പറ്റീഷൻ. അതായത് നിൻ്റെ അപ്പനേക്കാൾ നിനക്ക് വിശ്വാസം ഉണ്ടാകണം. അതൊരു കോമ്പറ്റീഷനാണ്. അതൊരു മത്സരമാണ്. വേറെ ഭൗതിക കാര്യങ്ങളിലല്ല മനുഷ്യൻ മത്സരിക്കേണ്ടത്. ആത്മീയ കാര്യങ്ങളിൽ ഒരു മത്സര ബുദ്ധി നമുക്കുണ്ടാവണം. എന്താ കാര്യം എന്നറിയാവോ? അപ്പോൾ നിങ്ങളവർക്കും അച്ഛാ അങ്ങനെ അത് ശരിയാണോ, നമുക്കങ്ങനെ വിശ്വാസത്തിൽ മത്സരിക്കാവോ എന്ന് ചോദിച്ചാൽ കർത്താവ് ചോദിച്ചിട്ടുണ്ടല്ലോ. അതായത് ഇപ്പം പത്രോസിനോട് ചോദിച്ചില്ലേ, എന്താ ചോദിച്ചത്? 21:15 നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? തീർന്നില്ല പണി. അതാണ് പ്രശ്നം. നീ എന്നെ സ്നേഹിക്കുമെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ അതല്ല. യോഹന്നാൻ 21:15 പറഞ്ഞ എന്താണ്? പത്രോസിനോട് പോകാൻ നേരത്തെ പറഞ്ഞ എന്താണ്? നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പം സ്നേഹിച്ചാൽ മാത്രം പോരാ, നമ്മുടെ കൂടെ ഉള്ളവരെ, ഇപ്പോൾ കുടുംബത്തിൽ അപ്പനും അമ്മയും അനിയനും മക്കളെ ചേട്ടനും പെങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് നിന്നോട് ചോദിക്കും, നീ അവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പം നമുക്ക് ചങ്കെക്കൊണ്ട് പറയാം, യെസ് ജീസസ്, ഞാൻ എൻ്റെ അപ്പനേക്കാൾ ഉപരി നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മയേക്കാൾ ഉപരി നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയേക്കാൾ ഉപരി നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ദൈവപൈതലെ, എൻ്റെ ജീവിത പങ്കാളിയേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് കർത്താവിന് നീ പറഞ്ഞ പുറത്തോന്നണം കർത്താവിന്. അപ്പോൾ നീ നിൻ്റെ അർഹത വർദ്ധിക്കും, നിൻ്റെ അർഹത വർദ്ധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു എയർ മിഷൻ,
എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാസനം മീഡിയയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കൂടി ഒരു മിഷൻ റിട്രീറ്റ് ഗൂഗിൾ മീറ്റ് പോലെ ഞങ്ങൾ നടത്തി. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കർത്താവ് എന്നോട് ഇത് പറഞ്ഞത്. അതായത് ഒരു മനുഷ്യൻ്റെ വാല്യൂ, ദൈവ തിരുസന്നിധിയിലുള്ള അവൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കണമെന്ന്. ഞാൻ പിന്നെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച്, ഇന്നും ഇപ്പോൾ താമസിച്ചു പോയില്ലേ, എനിക്ക് വചനം കിട്ടുന്നില്ലായിരുന്നു. കർത്താവ് എനിക്കൊരു നോട്ട് തരാതെ ഞാൻ മുറിയിൽ നിന്ന് എനിക്കത് ഇറങ്ങത്തില്ല. കാര്യം എനിക്കറിയാം ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് പണ്ട് ഞാൻ പറഞ്ഞതോ ഞാൻ എത്രയോ ഒരു 10,000-10,000 ധ്യാനം നടത്തിയിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടൊക്കെ. എനിക്ക് വേണമെങ്കിൽ എന്തും വേണമെങ്കിൽ 2 മണിക്കൂറൊക്കെ നിന്ന് 2 ദിവസമൊക്കെ കൂടെ ഒന്ന് സംസാരിക്കാം. പക്ഷേ അങ്ങനെ ഞാൻ സംസാരിക്കത്തില്ല. ഈ ധ്യാനത്തിന് കർത്താവ് എന്താ പറയാൻ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് പരിശുദ്ധാത്മാവ് എനിക്ക് നോട്ട് തരണം. അതുവരെ ഞാനിങ്ങനെ പമ്മി അവിടെ ഇരിക്കും. അവസാനം ചിലപ്പോൾ ഞാൻ പറയുന്നത് എന്നെ കർത്താവ് തരാതിരിക്കത്തില്ല. അപ്പം ഞാൻ ഈ ഗൂഗിൾ മീറ്റിന് മീഡിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോണ സമയത്ത് കർത്താവിനോട് പറഞ്ഞത് ഓരോ വ്യക്തികളുടെയും വാല്യൂ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. ഓരോ വ്യക്തികളുടെയും വാല്യൂ വർദ്ധിപ്പിക്കാൻ. കാരണം നമുക്കുള്ളതിനേക്കാൾ മീഡിയയിൽ കർത്താവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ ഓരോരുടെ ആംബിയർ വർദ്ധിക്കുമെന്ന്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഓരോ വ്യക്തികൾ ഇപ്പം നിങ്ങൾ കേട്ട ഈ വചനമില്ലേ, ഇതൊരു നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഒന്ന് കേൾക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ എന്നാ സംഭവിക്കണത്? അപ്പം തന്നെ നിങ്ങളുടെ ആംബിയർ വർദ്ധിച്ചു, ദൈവത്തിരുസന്നിധിയിൽ വിലയുള്ള ആളായി മാറി. അപ്പോൾ തന്നെ നീ നിൻ്റെ കൂട്ടുകാരെക്കാൾ ഉപരി, വീട്ടിലുള്ളവരെക്കാൾ ഉപരി, ചേട്ടനേക്കാൾ ഉപരി, ചേച്ചിയേക്കാൾ ഉപരി, അപ്പനേക്കാൾ ഉപരി, അമ്മയേക്കാൾ ഉപരി, മക്കളേക്കാൾ ഉപരി നീ ദൈവത്തെ സ്നേഹിച്ചു. കർത്താവ് അത് ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദിക്കണത്? നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയണത് അത് ഒരു കോൺസെൻട്രേറ്റ് നിൽക്കണമല്ല. എപ്പോഴും നമുക്കൊരു ഒപ്പോണൻ്റ് ഉണ്ടായും, ഒരു റെഫറൻസ് പോയിൻ്റ് ഉണ്ടാകും, അവരെക്കാൾ ഉപരി സ്നേഹിക്കാൻ വേണ്ടി. അതാണ് 11:21-15 നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിച്ചത്. അതുപോലെ തന്നെയാണ് ശരിക്കും. അതായത് കർത്താവ് എപ്പോഴും നമ്മളുടെ ഇപ്പം തന്നെ വേറൊരു വചനമില്ലേ, അതായത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:21, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:21 എന്നാ പറയണത്? ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവൻ്റെ സ്ഥിതി എന്ന് പറയുന്നില്ലേ. അപ്പം അതിനർത്ഥം എന്താണ്? ദൈവ തിരുസന്നിധിയിലുണ്ട് സമ്പത്ത്. അപ്പം നമുക്ക് ദൈവ തിരുസന്നിധി സമ്പത്തുണ്ട്, നമുക്ക് സമ്പന്നനാകാൻ കഴിയും. അപ്പം ദൈവ തിരുസന്നിധി സമ്പന്നനായ ഒരു മനുഷ്യനാണ് ഈ ശതാധിപൻ. അയാൾ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാണ്. എന്താണ് സംഭവിച്ചത്? ഇപ്പം വിശുദ്ധ ലൂക്കാ സുവിശേഷം 12:21 ദൈവ തിരുസന്നിധി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞില്ലേ. ആ ശതാധിപൻ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിക്കുന്ന ആളല്ല. അയാളുടെ ശമ്പളം കൊണ്ടല്ലേ സിനഗോഗ പണിത് കൊടുത്ത് യഹൂദന്മാർക്ക്. അപ്പോൾ ദൈവത്തെ ഒരു സമ്പത്തായിട്ട് ആ മനുഷ്യൻ കണ്ടെന്നല്ലേ പറയണത്. അയാൾ തന്നെ പറയുന്നുണ്ടല്ലോ. അത് എന്താണ്? അങ്ങനെ വിട്ട് എഴുന്നുള്ള ഒരാൾ യോഗ്യത ഒന്നും എനിക്കില്ല. ഞാൻ ഇങ്ങനെ കുറേ പരസ്യമൊക്കെ ചെയ്യുന്ന ആളാണ്. അതായത് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ തന്നെയും ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങ് ബൈ പേഴ്സൺ എൻ്റെ വീട്ടിൽ വരുവാൻ ഐ ഡോണ്ട് തിങ്ക് ഐ ആം മെറിറ്റോറിയസ്, എനിക്ക് തോന്നണില്ല എന്ന് പറയും. എന്നിട്ട് പറയും എനിക്ക് മെറിറ്റോറിയസ് ആയിട്ട് തോന്നുന്നൊരു കാര്യമുണ്ട്. ആൻഡ് യു ആൻഡ് യുവർ വേർഡ് ഈസ് ഈക്വൽ. നീയും നിൻ്റെ വചനവും ഒരുപോലെ ഈക്വലാണ്, ഒരുപോലെ തുല്യമാണെന്ന് പറയും. ദാറ്റ് ഈസ് മെറിറ്റോറിയസ്. അതാണ് ശതാധിപൻ്റെ അർഹത എന്ന് പറയണത്. എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തിൻ്റെ ഫിസിക്കൽ പ്രസൻസിൻ്റെ അത്രയും തന്നെ ആക്കവും തൂക്കവും ഈ റോമൻ സർക്കിൾ ഇൻസ്പെക്ടർ കൊടുക്കുന്നുണ്ട്, സെഞ്ചൂറിയൻ കൊടുക്കുന്നുണ്ട്. ദൈവവേദലെ നിൻ്റെ അർഹത എങ്ങനെ നീ കൂടും? ദൈവവേദലെ നിൻ്റെ സമ്പത്ത് എങ്ങനെ കൂടും?
ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തെപ്പോലെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ പ്രവർത്തികമാക്കുമ്പോൾ നിൻ്റെ അർഹത ദൈവത്തിന് സമ്പന്നതയായിട്ട് വർദ്ധിപ്പിക്കും. അങ്ങനെ വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങേപ്പോലെ തന്നെ അങ്ങയുടെ വചനത്തിന് തുല്യ സ്ഥാനം കൊടുത്തുകൊണ്ട് അത് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ആ വചനത്തിന് സാക്ഷി അയക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ സമ്പന്നനാകാനും സദാധിപനെ പോലെ അർഹതയുള്ളവനാകുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പം നമ്മൾ അർഹൻ, ദൈവതിരുസന് അർഹതയുള്ളവൻ, ശതാധിപൻ, ദൈവതിരുസന് സമ്പന്നതയാ. വീണ്ടും കർത്താവ് പറയും 22-27 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, ആരാണ് വലിയവനെന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-27 ആരാണ് വലിയവൻ? വലിയവനാകണ്ടെന്നൊന്നും ഈശോ പറഞ്ഞില്ല. വലിയവനാകണം, അർഹതയുള്ളവനാകണം, സമ്പന്നനാകണം. പക്ഷെ വലിയനാരാണ്? എങ്ങനെ ദൈവത്തിന് അർഹത, എങ്ങനെ നമ്മുടെ വാല്യൂ വർദ്ധിപ്പിക്കാം? ദാറ്റ് ഈസ് അവർ പോയിന്റ്. എങ്ങനെ നമുക്ക് ദൈവദർശനത്തിൽ വാല്യൂ ഉള്ള മൂല്യവനുള്ളവനാകാം, മൂല്യവർദ്ധിതനാകാം? കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റ് നടത്തിയപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഗൂഗിളിൽ നോക്കിയത് തങ്കത്തിൻ്റെ വിലയാണ്. 1 ഗ്രാം തങ്കത്തിന് കേരളത്തിൻ്റെ സ്വർണ്ണ മാർക്കറ്റിൽ എന്നാ വില നോക്കിയപ്പോൾ തങ്കം 24 ക്യാരറ്റ് 24 ക്യാരറ്റിൻ്റെ വില 51,000 രൂപ. 10 ഗ്രാം തങ്കത്തിന് 51,000 രൂപ. അപ്പോൾ 1 ഗ്രാം തങ്കത്തിന് എന്നാ വിലയാണ്? 5,000 ചില്ലറ രൂപ അല്ലേ? 1 ഗ്രാം തങ്കം. ഇപ്പം നമ്മൾ 1 ഗ്രാം തങ്കം ചോദിച്ചാൽ ഒരു നാണയം, ഒരു ഗോൾഡ് കോയിൻ അവർ തരും. നമ്മൾ 5,000 രൂപ കൊടുക്കണം. പക്ഷെ നമ്മൾ 1 ഗ്രാം തങ്കത്തിനെ കൊണ്ട് ജിമ്മിക്ക് കമ്മൽ ചോദിച്ചാലാ 8,000 രൂപ. അപ്പം 3,000 രൂപ എന്താ? അതുണ്ടാക്കിയ ചിലവാണ്. ആ സ്വർണ്ണം 5,000 രൂപയുടെ സ്വർണം കൊണ്ട് ഒരു ജിമിക്ക് ഉണ്ടാക്കുമ്പോൾ, അതിൻ്റെ അലിക്കത്തൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ വർദ്ധിക്കും. ഇതിങ്ങനെ വാല്യൂ, ആഡഡ് വാല്യൂ, മൂല്യവർദ്ധനമെന്ന് പറയും. അതായത് ഇതുപോലെ തന്നെ നമ്മളൊരു വിശ്വാസിയാണ്. എന്നും കൊന്നിങ്ങനെ വിശ്വാസിയായിട്ടിരുന്നിട്ട് കഥയുമില്ല. നമ്മുടെ മൂല്യം ദൈവദൃശ്യം നമ്മുടെ മൂല്യം വർദ്ധിക്കണം. എങ്ങനെ ദൈവദൃശ്യനിധി മൂല്യം വർദ്ധിക്കാൻ പറ്റും? പക്ഷെ ശതാധിപൻ എന്താ പറഞ്ഞത്? നീ വലിയ വേണ്ട, ഒരു വാക്ക് മതി എന്ന് പറഞ്ഞില്ലേ? അപ്പോഴേ അവൻ തിരിച്ചു ചെന്നപ്പോൾ ആ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ ശതാധിപനും ദൈവദൃശ്യൻ്റെ വല്ലാത്ത മൂല്യമാണ്. ദൈവവചനം നമ്മൾ ദൈവവചനം പ്രഘോഷിക്കുന്നു. ഇപ്പോൾ കൃപാസനത്തിൽ ഏറ്റവും വലിയ ശുശ്രൂഷ തുടങ്ങാൻ പോവുകയാണ്. അതായത് ഫാസ്റ്റ് ആൻഡ് ഫെസ്റ്റ് വേൾഡ് ക്യാമ്പയിൻ. അതായത് ഫെബ്രുവരി 15 തീയതി മുതൽ നോയമ്പ് അവസാനിക്കുന്നവരെ ഫാസ്റ്റ് ആൻഡ് ഫെസ്റ്റ് വേൾഡ് ക്യാമ്പയിനാണത്. കാര്യം കൃപാസനത്തിന് എല്ലാ രാജ്യങ്ങളും തന്നെ കൃപാസനത്തോട് ബന്ധപ്പെട്ട് അനുദിനം പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോൾ അതും അവരുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരെല്ലാം കൂടി നോയമ്പ് കാലത്ത് വ്യത്യസ്ത 40 വിഷയങ്ങൾ. ഒന്ന് സഭയുടെ ശാക്തീകരണം, പിന്നെ സഭയുടെ വിശുദ്ധീകരണം, സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളുടെ പ്രചാരണം, അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തുമാത്രം സമയമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അബ്സ്റ്റെയിൻ ഫ്രം സോഷ്യൽ മീഡിയ ഒരു ഉപവാസമാണ്. കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ആശയമാണ്. ഇപ്പോൾ ചില ആൾക്കാരിങ്ങനെ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കും മണിക്കൂറുകളോ. അപ്പോൾ ഫാസ്റ്റിംഗ് ഫ്രം സോഷ്യൽ മീഡിയ. അപ്പോൾ ഒരു ദിവസം അതായത് കോമഡി കാണാനും, അതുപോലെ തന്നെ ബ്ലൂ ആയിട്ടുള്ള കാര്യങ്ങൾ, യെല്ലോ ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ കാണാൻ വേണ്ടി എന്തുമാത്രം സമയമാണ് നമ്മൾ ചെലവഴിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഉപവസിക്കുമായിരിക്കും.
ഇറച്ചി ഉപേക്ഷിക്കും, മീൻ ഉപേക്ഷിക്കും, പക്ഷേ മൊബൈലിൽ സെക്സ് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ തീർന്നില്ല പരിപാടി. അപ്പോൾ അത് ഇന്നത്തെ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ വെല്ലുവിളി മൊബൈൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഇന്ന് ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കണില്ല, അല്ലെങ്കിൽ ഒരാഴ്ച അത് ഉപവാസമാണത്. ഭക്ഷണം കഴിക്കണം മാത്രമല്ല, ഒരു കണ്ടൻറ്റ് നമ്മൾ കാണുന്നില്ല, കോമഡിയും കാണുന്നതിന് ഒരു കുന്തവും കാണുന്നില്ല. ആർക്ക് വേണ്ടിയാണ്? ലോകത്തിൻ്റെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി വിശ്വാസം ചെയ്യണം. അപ്പോൾ വിശ്വസിക്ക് എന്നാ സംഭവിക്കണത്? അതിനാൽ അവൻ്റെ അർഹത വർദ്ധിക്കും, അവൻ്റെ വില വർദ്ധിക്കും, ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ വിലയുള്ളവനായിത്തീരും, അവൻ്റെ മൂല്യം വർദ്ധിക്കും, അവൻ്റെ വാല്യൂ അവനെ ആഡ് ചെയ്യും. ഇപ്പം വാല്യൂ ആഡ് ചെയ്യുക. നമ്മൾക്ക് ഇങ്ങനെ എന്നും കൊന്നും ജീവിച്ചാൽ മതിയോ? 0 പോയിൻറ്റിൽ നമുക്ക് ഓരോ ദിവസം ചെല്ലും തോറും ദൈവദൃഷ്ടിയിൽ നമ്മുടെ വാല്യൂ മൂല്യം കൂടണം. ഇപ്പം ഞാൻ എന്താ അമ്മയോട് പറഞ്ഞത്? അമ്മേ, ഞാൻ അമ്മയെ വിടത്തില്ല, എനിക്ക് വഴി കാണാനില്ല, എൻ്റെ വണ്ടിയും പോയി, അതുകൊണ്ട് ഞാൻ അമ്മയെ വിടത്തില്ല. കാര്യം എന്താണ്? ഞാൻ 24 മണിക്കൂർ അമ്മയെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണെന്ന് പറഞ്ഞ് എന്നാ പറ്റി? ഒറ്റ കൊന്ത ജവമാല ചെല്ലണ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ വണ്ടി, അമ്മ എന്നെ ദർശനത്തെ കാണിച്ച വണ്ടി ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും. അതാണ് വിലയാണ്, ദൈവദർശനത്തിന് ഇതിൻ്റെ വില. അതെങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്? വർഷങ്ങളായി ഉപവസിച്ചും ഞാൻ ഈ പ്രാവശ്യവും ഇപ്പം എനിക്ക് ഉപവസിക്കേണ്ട കാര്യമില്ല. കാര്യം ഡോക്ടർ തന്നെ കുറേ ഉപവാസം പറഞ്ഞു തന്നിട്ടുണ്ട്. 2-3 പദാർത്ഥങ്ങൾ, ഈ ഭൂമിയിലുള്ള 3 പഴമേ കഴിക്കാൻ പാടുള്ളൂ, ഇറച്ചി കഴിക്കാൻ പാടില്ല. അങ്ങനെ കുറേ ഭക്ഷണപദാർത്ഥങ്ങൾ, വളരെ ചുരുക്കം ഭക്ഷണം. അപ്പോൾ എനിക്ക് സന്തോഷമായി. എന്താണ്? നമുക്ക് ബോധപൂർവ്വം ഉപവസിക്കാം. നമുക്കിട്ടിരിക്കുന്ന ഡയറ്റ് അനുസരിച്ചുകൊണ്ട് അത് മൊത്തം ഉപവാസമാക്കി ഞാൻ മാറ്റും. ഞാൻ പറഞ്ഞു, കർത്താവേ അത് ഉപവാസമാക്കിയത് കണക്കാക്കണമെന്ന് പറയും. എന്താ? നമുക്ക് കർത്താവോട് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് പറയാൻ കുഴപ്പമില്ല, ഐ വിൽ ടേക്ക്. അപ്പോൾ എന്താ? നമ്മൾ അതനുസരിച്ച് നമുക്ക് വില കൂടും, അതനുസരിച്ച് വില കൂടും. അപ്പം നമ്മുടെ ദൈവത്തിനനുസരിച്ച് നമ്മുടെ വില കൂടും, നമ്മുടെ അർഹത വർദ്ധിക്കും. അർഹത വർദ്ധിക്കണം എന്തിനാ? ലോകത്തെ സുവിശേഷവൽക്കരിക്കുന്നതിന് വേണ്ടി, ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയും യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോട് ചേർന്നുകൊണ്ടാണ് നമ്മൾ ഉപവസിക്കുന്നത്. കർത്താവ് ഉപവസിച്ച പോലെ, കർത്താവ് സഹിച്ചതുപോലെ. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ദൈവദൃസന്നിധിയിൽ നമ്മളുടെ വില വർദ്ധിക്കും, ശക്തി വർദ്ധിക്കും. അപ്പോൾ നമ്മൾക്ക് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ കഴിയും. ഇപ്പം നമുക്ക് വേണ്ടി തന്നെ മധ്യസ്ഥം വഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ നോൻപ് വരുമ്പോൾ ദൈവത്തോട് സന്തോഷമായിട്ടിരിക്കണം. കാര്യം എന്താണ്? നമുക്കത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. പണ്ടേ അബല പിന്നെ ഗർഭിണിയായെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മനുഷ്യരാണ് ആധ്യാത്മികമായിട്ട് വന്ന് ജീവിക്കുന്നത്. ഈ വ്യക്തികളെയാണ് ശക്തീകരിക്കുന്നത്, ഉപവാസം ശക്തീകരിക്കുന്നത്, ഉപവാസത്തിലൂടെ ശക്തീകരിക്കപ്പെടുന്നത്. ഫാസ്റ്റ് ആൻഡ് ഫസ്റ്റ് വേൾഡ് ക്യാമ്പയിൻ 40 days. നിങ്ങൾ കാത്തിരിക്കണം. ഒരു ദിവസം കൃപാസന അമ്മയോട് ചേർന്നുകൊണ്ട് നമ്മൾ ഉപവാസം കാഴ്ചവെക്കുക യേശുവിന്. അപ്പോൾ ഓരോ ഞങ്ങളുടെ 40 സബ്ജക്റ്റുകൾ തരും. കേരളത്തിലെ 40 പ്രഗത്ഭരായ സുവിശേഷക പ്രവർത്തകർ, ധ്യാനഗുരുക്കന്മാർ ഈ 40 ദിവസത്തെ ധ്യാനത്തെ ലീഡ് ചെയ്യും. 40 ദിവസം അതിനു വേണ്ടിയുള്ള നോൻപ്, അതാത് ദിവസങ്ങൾ നോൻപെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും അവിടെ നോൻപിൻ്റെ വിഷയം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ അംഗീകരിച്ചിട്ടുണ്ട്. അതാത് പ്രാർത്ഥന അനുസരിച്ചുള്ള വചനങ്ങൾ കേരളത്തിലെ അതിപ്രഗത്ഭരായ സുവിശേഷ പ്രവർത്തകർ നിങ്ങൾക്ക് കൃപാസന ആൾത്താറിൽ നിന്ന് പങ്കുവെച്ച് തരും. അപ്പം അതിമനോഹരമായ ഒരു വലിയ കാലം, അതായത് സഭയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു കോവിഡ് പരുവക്കേടിൽ നിന്ന് നമ്മൾ അതിജീവിച്ച് ഉയർത്തുന്നതിന് ശക്തരായിട്ട് നമ്മളും നിലനിൽക്കും, മറ്റുള്ളവരെ നമ്മൾ നിലനിർത്തുകയും ചെയ്യും. അപ്പോൾ അതിനെന്ത് വേണം? ബലം വേണം. അതിനെന്ത് വേണം? അർഹത വേണം. അതിനെന്ത് വേണം? ദൈവത്തിന് സമ്പന്നത വേണം. ഇന്ന് തന്നെ നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗമുള്ള ഇടത്തങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. രോഗമുള്ള ഇടങ്ങളിലെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞത് 17 കൊല്ലം അവർക്ക് കുഞ്ഞുങ്ങളില്ല. ഉടമ്പടി ചെയ്തപ്പോൾ 3 മാസത്തിനുള്ള അവർ പ്രഗ്നൻ്റായി.
അവരെ കുഞ്ഞിനെയും കൊണ്ടാണ് സാക്ഷ്യം പറയണത്. അപ്പോൾ 17 കൊല്ലം എന്തെല്ലാം മരുന്നുകൾ അവർ എടുത്ത് കാണും, എന്തെല്ലാം ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ അവർ ഫോളോ ചെയ്ത് കാണും. പിന്നെ എന്താ കുഞ്ഞുങ്ങളുണ്ടാവാത്ത ഒരു ബോഡി ആയിരിക്കും അവർക്ക്, അല്ലെങ്കിൽ ഭർത്താവിന്. ഇപ്പോൾ ഈ കുഞ്ഞുവിനെ എവിടെ നിന്ന് വന്നു? ദൈവത്തിൻ്റെ അടുത്തുനിന്ന്. ഒരു പക്ഷേ ശാസ്ത്രത്തിനോ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിനോ ചിലപ്പോൾ നിൻ്റെ രോഗത്തിനുള്ള മരുന്നുകൾ ചിലപ്പോൾ ഇന്നുവരെ കണ്ടുപിടിച്ച് കാണത്തില്ല, അഥവാ കണ്ടുപിടിച്ച മരുന്ന് തന്നെ നിൻ്റെ ശരീരത്തിന് പാകതയുള്ളതായിരിക്കത്തില്ല എന്ന് വിചാരിച്ചോ. പക്ഷെ ദൈവം വിചാരിച്ചാൽ നീ ഇപ്പോൾ സുഖപ്പെടും. രക്ഷകരാവാത്ത വിധം അവൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ലെന്ന് പറയുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല. ഓരോ അത്ഭുതവും ഒരു അംഗീകാരമാണെന്ന് അച്ഛൻ പറഞ്ഞു. നിനക്ക് നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ ദൈവം നിന്നെ അംഗീകരിച്ചു. ദൈവദൃഷ്ടിയിൽ നീ വിലയുള്ളവനായി മാറി, ദൈവദൃഷ്ടിയിൽ നീ വലിയവനായി മാറി, ദൈവദൃഷ്ടിയിൽ നീ സമ്പന്നനായി മാറി. അങ്ങനെ മാറാൻ നിങ്ങൾക്കും അച്ഛൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. നിങ്ങൾക്കും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ കഴിയണം. എന്നും കൊന്നും കർത്താവിനോട് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു മേടിച്ച് അവസാനം മരിച്ചു പോകുന്നതിനേക്കാളും ദൈവദൃഷ്ടിയിൽ വിലയുള്ളവരായി മാറാൻ ബോധപൂർവമായ പരിശ്രമം, വചനത്തിലുള്ള വളർച്ച, ശതാധിപനെ പോലെ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്ന് പറയുന്ന ആ ഒരു വിശ്വാസമില്ലേ, ഇസ്രായേലിൽ പോലും കാണാത്ത വിശ്വാസം. ആ വിശ്വാസത്താൽ നിന്നെ വളർത്താൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മക്കളെ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അച്ഛൻ കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് യേശുനാമത്തിലാണ് ഞാൻ കൈ ഉയർത്തുന്നത്. കൈ ഉയർത്തുക, കൈ നീട്ടുക, അതുപോലെ തന്നെ വടി ചൂണ്ടുക, അതൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള ദൈവസാന്നിധ്യവും ശക്തിയും ഉറപ്പ് വരുത്തുന്ന ചില പ്രാർത്ഥനാ രൂപങ്ങളാണ്. അച്ഛൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ, നിങ്ങളുടെ ശരീരത്തിലെ രോഗമുള്ളയിടത്തൊക്കെ അവിടെ റെഫർ ചെയ്യുന്ന രോഗമനുസരിച്ച് കൈകൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് കർത്താവിൽ നിന്ന് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശു സ്വന്തം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു സ്വന്തം, ഹല്ലേലൂയ, 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 യേശു സ്വന്തം, ഹല്ലേലൂയ, 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 യേശു സ്വന്തം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഉദരരോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉദരരോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദരത്തിലുണ്ടാകുന്ന പുണ്ണുകള്, ഉദരരോഗങ്ങള്, കുടൽ രോഗങ്ങള്, കർത്താവേ, രോഗങ്ങള്, വിശപ്പില്ലാത്തവര്, ഊട് പൊട്ടി പഴുപ്പ് വരുന്നവര്, അതേപോലെ രക്തസ്രാവ രോഗികള്, കിഡ്നി രോഗികള് ഒക്കെ നീ സ്പർശിക്കണമേ കർത്താവേ. രോഗികള്, രോഗികള് ഒക്കെ നീ സ്പർശിക്കണമേ കർത്താവേ. അങ്ങയുടെ വിശുദ്ധമായ ഉദരഭാഗങ്ങളെ, ഉദരത്തിലെ രോഗമുള്ള ഭാഗങ്ങളെ സ്പർശിക്കണമേ യേശുവിന്റെ നാമത്തിൽ. മാരക രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ നെഞ്ചിൽ കൈവച്ച് ഒരു കൈ, ഇടത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് വലത് കൈ ഉയർത്തുക. അച്ഛൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവിനോട് നമ്മുടെ തിരുസന്നിധിയിൽ അവിടുത്തെ വലിയ ശക്തി നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ശേഷ തിരുവിലാവിൽ മുറിവേറ്റവനെ കർത്താവേ, മുറിവിലെ ചോര കൊണ്ട്
അച്ഛൻ്റെ കണ്ണ് സുഖപ്പെടുത്തിയവനെ കർത്താവ്, ഇപ്പോഴേ ഈ ശുശ്രൂഷ കൂടുന്ന മക്കൾ എവിടെയെല്ലാം ആരെല്ലാം എപ്പോഴെല്ലാം കർത്താവ് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴും അവിടെ ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ കർത്താവ്, ശ്വാസകോശങ്ങളെ വിശുദ്ധമായ രക്തത്താൽ നീ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയ രോഗങ്ങളെ സ്പർശിക്കണേ കർത്താവ്, ഹൃദയ രോഗങ്ങളെ സ്പർശിച്ച കർത്താവ്, ഹൃദയത്തെ വാലുകൾ ബ്ലോക്ക് ഉള്ളവര്, ഹൃദയത്തിൻ്റെ വാലുകൾ കർത്താവ്, കർത്താവ് ഹൃദയത്തിൻ്റെ വാലുകളെ ശോഷിച്ചു പോയവരെ എല്ലാവരെയും നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവ് കരൾ രോഗികളെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. കരൾ രോഗികൾ കർത്താവ്, കരളിന് വീക്കമുള്ളവർ കർത്താവ്, ഫാറ്റ് ലിവറുള്ളവർ കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമേ. പാങ്ക്രിയാസ് രോഗികളെ കർത്താവിൻ്റെ വിശുദ്ധമായ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പുരുഷന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ശിരസിൽ കൈവെക്കുക, ശിരസിൽ നെറ്റിയിൽ കൈവെക്കുക. ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ചില ആൾക്കാർ കടുത്ത തലവേദനയാണ്. അവർക്ക് കാരണം അറിയാൻ പറ്റില്ല. ഡോക്ടറിനോട് ചോദിക്കുമ്പോഴും നിങ്ങൾ ഉറങ്ങണില്ലേ, അല്ലെങ്കിൽ നേരത്തെ തല വല്ലതും എടുത്ത് ഇടിച്ചോ, പണ്ട് മുതലേ ഉണ്ടോ, എന്നൊക്കെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡോക്ടർമാർ നമ്മൾ ചോദിക്കത്തില്ലേ. പക്ഷേ നല്ല അവർ കൃത്യം ചോദ്യങ്ങളാണ് ചോദിക്കണത്. പക്ഷേ നമുക്കറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന്. പക്ഷേ നമുക്ക് തലവേദന വിട്ട് മാറണമില്ല. അപ്പം ഡോക്ടർ ചോദിക്കും വല്ല ടെൻഷനും ഉണ്ടോ. പക്ഷേ ഇങ്ങനെ കുറേ സാധ്യതകളൊക്കെ നമുക്ക് തലവേദന വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി മെനിഞ്ചൈറ്റിസ് ആണോ എന്ന് അവർ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. പക്ഷേ ഇതൊന്നും നമുക്ക് ബാധകം വരും നമുക്ക് തന്നെ അറിയാം. പക്ഷേ തലവേദന വിട്ട് മാറണമില്ല. അപ്പോൾ വ്യത്യസ്തങ്ങളായ കാരണങ്ങളുണ്ടാകും. അപ്പോൾ കർത്താവിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളും കർത്താവിന് മാത്രം ഔഷധമുള്ള രോഗങ്ങളുമാകണമെങ്കിൽ എൻ്റെ മക്കൾ ഇപ്പോഴേ അത് കർത്താവ് നിന്നെ സ്പർശിക്കുന്ന സമയമാണ്. നെറ്റിയിൽ കൈവെക്കുക. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പോകാൻ പോവുകയും നിങ്ങൾ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുക. സ്തുതിക്കാൻ അല്ലാത്തവർ വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവേ, ഞാനിപ്പോഴീ മക്കളെ സ്വാതന്ത്ര്യം പ്രാർത്ഥിക്കണം. ഈശോ നിന്നെ വിശുദ്ധ പൗരോഹിത്യം എത്രയോ ആ തലവേദനക്കാരെയും കർത്താവെ, തലയ്ക്ക് ഞരമ്പുകൾ ശോഷിച്ചു പോയവരെയും തലയ്ക്ക് ഞരമ്പ് ബ്ലോക്ക് ഉള്ളവരെയും കർത്താവെ, തലയ്ക്ക് കർണത്തിൻ്റെ പഴുപ്പ് വരുന്നവരെയും ഈശോ വ്യത്യസ്തങ്ങളുമായ രോഗികളെ കർത്താവ് ഈ വേദി അവർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് കർത്താവ്, സൗഖ്യപ്പെടുത്തിയ ശേഷം ഈ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് കർത്താവ്. അതുപോലെ കർത്താവ് ഇപ്പോഴും ഈ മക്കളെ അങ്ങ് സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ അവരുടെ രോഗത്തിന് കാരണം എന്താണെന്ന് അറിയത്തില്ല കർത്താവ്. കർത്താവ് അറിയാൻ പാടില്ലാത്ത കാരണങ്ങളുള്ള രോഗികളെ കർത്താവ് വേദന, വ്യത്യസ്തങ്ങളായ വേദന, പല്ല് വേദന, ചെവി വേദന, കണ്ണ് വേദന, കർത്താവ് തലവേദന, വിട്ടുമാറാത്ത തലവേദന, തൈറോയ്ഡ് തോൺസൈറ്റൊക്കെയുള്ള രോഗങ്ങളുള്ളവർ, പിൻകഴുത്തിൽ വേദന ഉള്ളവർ, കഴുത്തിൽ കർത്താവ് തിരിഞ്ഞ് കിടക്കാൻ പറ്റാത്തവർ, നേരെ കിടക്കാൻ പറ്റാത്തവർ കർത്താവ്, പലതരത്തിൽ സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ, കറുത്തിന് ബലക്കുറവുള്ളവർ, കറുത്തിന് ബലക്കുറവുള്ള കുഞ്ഞുങ്ങളെ കർത്താവ്, ഇങ്ങനെയുള്ള കർത്താവ് മൂക്കിൽ ദിശ വളരുന്നവർ, കർത്താവ് നാവിന് കിടത്തിൽ വേദന ഉള്ളവർ, കാരണം സിസ്റ്റുള്ളവരും മുഴവുള്ളവർ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വാതരോഗികള്, അസ്ഥിവേദനയുള്ളവർ, അസ്ഥി ഉരുക്കമുള്ളവർ, രക്തസ്രാവമുള്ളവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഞരമ്പുകൾക്കും ഒക്കെ വേദനയുള്ളവർ, വെരിക്കോസിന് അസുഖമുള്ളവർ, സോറിയാസിസ് രോഗികൾ, ത്വക്ക് രോഗികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് രോഗമില്ലെങ്കിൽ രോഗമുള്ളവരെ നിങ്ങൾ ഓർത്ത് അവരുടെ സൗഖ്യത്തിനായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവദരിസന അർഹത വർദ്ധിക്കും. നിങ്ങൾ വലിയ ദരിസനത് സമ്പന്നരും വലിയവരുമായി മാറുമെന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവ്, ഞാൻ വേദനയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ത്വക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് ഉറങ്ങാൻ പറ്റണില്ല, നീറ്റ് സഹിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞൊക്കെ ബാസരോട് ഒത്തിരി പേര് വിളിച്ചിരുന്നു കർത്താവ്. ത്വക്ക് രോഗികൾ, സോറിയാസിസ് രോഗികൾ, വിസർപ്പ രോഗികൾ കർത്താവ്, അവരെല്ലാം തിരുരക്തത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ.
കർത്താവെ, അവരെ മക്കളെല്ലാം നിന്നെ അറിഞ്ഞ് സ്നേഹിച്ച് നിനക്ക് സാക്ഷ്യം വരാൻ ഉള്ള അടയാളം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥിവേദനക്കാരെ, അസ്ഥി ഉരുക്കമുള്ളവരെ, രക്തസ്രാവ രോഗികളെ, കർത്താവ് മൂത്രം പോകാത്തവരെ, മലമൂത്ര വിസർജനം പാടുള്ളവരെ, പ്രയാസമുള്ളവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോ, അവരെല്ലാം നീ താങ്ങണമേ കർത്താവെ. ഈശോ, ഓരോരുത്തർ ബ്ലഡ് ടെസ്റ്റിലൊക്കെ പോകുമ്പോൾ ഇനിയുള്ളതെല്ലാം നോർമലായിരിക്കണമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ, കർത്താവ് രോഗമുള്ളതുകൊണ്ട് സമാധാനം ഇല്ലാത്തവർ, സങ്കടത്തോടെ നടക്കുന്നവരുണ്ട് കർത്താവ്. അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയേ കർത്താവ്, വെരിക്കോസിന് അസുഖമുള്ളവർ സ്പർശിക്കുന്ന കർത്താവ്, ചുണങ്ങ് രോഗങ്ങൾ കർത്താവ്, ചിരങ്ങളുള്ളവർ, ചൊറിയുള്ളവർ, അവരെല്ലാം രക്തത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഉള്ളംകാലം ഉച്ചവരെ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ നാമത്തിൽ, അവിടുത്തെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ വിവാഹം ഒത്തുവരാത്തവര്, മക്കളില്ലാത്തവര്, വീട് ഇല്ലാത്തവര്, മക്കളനുസരിക്കാത്തവർ, മക്കൾ തെറ്റായ ബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ, മക്കൾ ഉഴപ്പന്മാരുടെ നടക്കുന്നവർ, ലഹരിക്ക് അടിപ്പെട്ടവർ, അപസ്മാര രോഗികൾ, സ്ഥലമില്ലാത്തവർ, വാടക താമസിക്കുന്നവർ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, പണയത്തിൽ താമസിക്കുന്നവർ, ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നവർ, വ്യവസായമില്ലാത്തവർ, തൊഴിലില്ലാത്തവർ, തൊഴിലിന് വേണ്ടി പരീക്ഷ എഴുതുന്നവർ, ഡേറ്റ് എടുത്ത് കാത്തിരിക്കുന്നവർ, റിസൾട്ട് വരാൻ കാത്തിരിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രൊഫഷണൽ മേഖലയിലുള്ള ടെസ്റ്റുകൾ എല്ലാം സമർപ്പിക്കുന്ന സമയമാണ്. എൻ്റെ മക്കൾ സ്തുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, ജീവിതം കരകയറാൻ വേണ്ടി കർത്താവേ, ഓരോരുത്തരും കഴിച്ചു കൂട്ടുന്ന ഓരോ വിഷമതകളെ കർത്താവേ, പരിശുദ്ധമേ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമയുടെ മധ്യസ്ഥത്തിലെ 35 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെയും ആരാധനയുടെയും ശക്തിയാൽ യേശു ക്രിസ്തു നാമത്തിൽ നിന്റെ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങൾ ഈ നിമിഷം യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ ഹല്ലേലൂയ. ആരാധന, 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.